ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടമായ വയനാട് ജനതയ്ക്ക് കൈത്താങ്ങായി ഒരു പത്തനംതിട്ടക്കാരൻ താൻ വില കൊടുത്തു വാങ്ങിയ ഒരേക്കർ ഭൂമി വീട് നഷ്ടമായ വയനാട്ടുകാർക്ക് നൽകാൻ ഒരുങ്ങുകയാണ്. പത്തനംതിട്ട സ്വദേശിയായ ഷിബു ഒരുക്കുമ്പിൽ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. സന്നദ്ധ സംഘടനകളിലൂടെ മാത്രമേ ഈ ഭൂമി നൽകുകയുള്ളൂ. സർക്കാർ സംവിധാനങ്ങൾ വഴി നൽകിയാൽ അർഹതപ്പെട്ടവർക്ക് ലഭിക്കാതിരിക്കുകയും കാലതാമസം ഉണ്ടാകുകയും ചെയ്യുമെന്ന കാരണത്താലാണ് ഇങ്ങനെയൊരു തീരുമാനം. സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകൾ വീട് വെച്ച് നൽകാൻ തയ്യാറായി തന്നെ സമീപിച്ചതായും ഷിബു പറഞ്ഞു. വയനാടിന് പ്രഖ്യാപനം നടത്താനെ കൊണ്ട് TV കണ്ട അവരുടെ അവസ്ഥ, ദാരുണമായ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനൊരു തോന്നൽ നമുക്കുണ്ടായത്. അപ്പോൾ അത് അവിടെ നിന്നുള്ളവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ, അത് രാഷ്ട്രീയമോ മതമോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുക്കുകയാണെങ്കിൽ അത് വിട്ടുകൊടുക്കാവുന്ന കുടുംബത്തോട് ആലോചിച്ച് കഴിഞ്ഞപ്പം അവർക്കും അതിന് പൂർണ്ണ സമ്മതമായിരുന്നു. അങ്ങനെയാണ് ഞാനത് ഒരു തീരുമാനമെടുത്തത്. ഭൂമി ഒരേക്കർ സ്ഥലമാണ്. ഞാനത് 10-15 വർഷത്തിന് മുമ്പ് വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. അപ്പം അതിപ്പം ഞാൻ അവിടുത്തെ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം പൊതുവെ എന്തോ അതിന് പറയുന്നത്, അത് വലിയൊരു കഷ്ടതയില്ലയോ അവിടെ. ഇനിയും ആളുകൾക്കൊക്കെ അവരുടെ ഒരു ഒന്ന് കയറി കിടക്കാൻ പോലും ഇല്ലാതെ, മാതാപിതാക്കളില്ലാതെ കുഞ്ഞുങ്ങൾ മാത്രം, അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അവർക്കൊക്കെ ഒരു സഹായം എൻ്റെ ഭാഗത്തുനിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനത് ചെയ്തത്. സർക്കാർ സംവിധാനത്തിന് കൊടുക്കുന്നില്ലെന്നുള്ളതല്ല, അത് പക്ഷെങ്കിൽ അത് പിന്നെ അങ്ങ് ഒതുങ്ങിപ്പോവും. അതങ്ങ് കാരണം അത് അവരെ കുറ്റം പറയല്ല ഞാൻ. കാരണം അത് അവർക്കൊരു പരിധിയില്ലയോ ഇപ്പം. അപ്പം ആ ഒരു പരിധിയിലായി കഴിയുന്നുണ്ടെങ്കിൽ അവർക്കത് ചിലപ്പം അത് മൊത്തത്തിലത് നിറവേറ്റാൻ പറ്റാതെ വരും. അതിപ്പം ഈ സർക്കാർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏത് സർക്കാരായാലും അവർക്ക് അന്നേരം അത് മൊത്തത്തിലത് അപ്പം ഇത് കഴിയുമ്പോൾ വേറൊരു പ്രശ്നം ഇപ്പോൾ വരും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർക്ക് പോകേണ്ടി വരും. ഇത് ഏതെങ്കിലും ഒരു സംഘടനകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാനങ്ങനെ ഒരു തീരുമാനം. ഞാൻ അന്ന് നല്ല വില കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. ഇപ്പം അതിൻ്റെ വിലയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാനിപ്പോൾ അതിനകത്ത് റബ്ബർ വെച്ച് ഇട്ടിരിക്കുക. അത് ഒരു ആൾതാമസമുള്ള സ്ഥലമാണ്, തട്ടായിട്ട് കിടക്കുന്ന ഭൂമിയാണ്. അപ്പോൾ അത് പിന്നെ അവിടെ വെള്ളവും കറണ്ടും സൗകര്യങ്ങളും റോഡും എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ് അവിടെ. ഏതെങ്കിലും ഇപ്പം പലരും അതിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. DYFI, യൂത്ത് കോൺഗ്രസ്, സേവാഭാരതി, പിന്നീട് സമുദായ തുമ്പം പതിരാസനത്തിൻ്റെ അധിപൻ സറാഫിൻ തിരുമേനി, അങ്ങനെ പലരും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതിൽ ജനുവിനായിട്ട് ആർക്കെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മൊത്തത്തിലൊരു ആരെങ്കിലും കൂടെ കൂട്ടി ആലോചിച്ചുകൊണ്ട് തീരുമാനമെടുക്കും. അപ്പം നമുക്കതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ്, ആര് വന്ന് ഏറ്റെടുത്താലും നമുക്കതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നാളെ അത് ദുരുപയോഗം ചെയ്ത് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെയുള്ളൊരാഗ്രഹമേ ഉള്ളൂ. ഇതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് നമ്മൾ അംഗമായില്ലെങ്കിൽ പിന്നെ അത് ഒരു നാളെ എന്തെങ്കിലും ഒരു വിഷയമായി ഇത് കളഞ്ഞു വിളിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ബാധ്യതയായിട്ട് മാറത്തില്ല. അത് ഉണ്ടാകരുത്. എൻ്റെ പേര് ഷിബു ഒരുക്കുമ്പിൽ. ജനം, പത്തനംതിട്ട.